നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഗാബയിൽ ആദ്യ ദിവസത്തെ മത്സരം ഇനി നടക്കില്ല എന്ന് ഉറപ്പിച്ചു. സ്റ്റംസ് ആയിരിക്കുന്നു, അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നു. ഒന്നാം ദിവസം ആകെ 13 ഓവറുകൾ മാത്രമാണ് കളി നടന്നിരിക്കുന്നത്. 13.2 ഓവറുകൾ. ഓസ്ട്രേലിയ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ 28 റൺസുമായിട്ട് നിൽക്കുന്നു. ഓസ്മാൻ ഖ്വാജയും മാക്സ്വീനിയും ക്രീസിൽ തുടരുന്നു. 19 റൺസാണ് ഓസ്മാൻ ഖ്വാജ എടുത്തതെങ്കിൽ മാക്സ്വീനി 4 റൺസുമായിട്ട് ക്രീസിൽ. ടോസ് ലഭിച്ച ടീം ഇന്ത്യ ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. 2 മാറ്റങ്ങളോടെയാണ് ടീം ഇന്ത്യ ഇറങ്ങിയിട്ടുള്ളത്. രവി അശ്വിനെ മാറ്റി പകരം രവീന്ദ്ര ജഡേജയ്ക്ക് അവസരം കൊടുക്കുന്നു. ഹർഷിത് റാണയെ മാറ്റി പകരം ആകാശ് ദീപിന് അവസരം കൊടുത്തു. എന്നാലും ഓവർകാസ്റ്റ് കണ്ടീഷൻ, മഴ പെയ്യുമെന്നുള്ള സാഹചര്യം ടോസ് നേടി ബൗൾ ചെയ്യാൻ വേണ്ടി എടുത്ത തീരുമാനം ശരിയായിരുന്നു. പക്ഷേ ഇന്ത്യൻ പേസർമാർക്ക് ആ ഒരു കണ്ടീഷൻ മുതലെടുക്കാൻ കഴിഞ്ഞില്ല. അതിൽ പരാജയപ്പെട്ടു. ഫേവറബിൾ ഓവർ ഹെഡ് കണ്ടീഷൻ മുതലെടുക്കാൻ കഴിഞ്ഞില്ല, ക്യാപിറ്റലൈസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നിരാശപ്പെടുത്തിയിരിക്കുന്നത്. ബൗളേഴ്സ് ആ ഒരു കൺസിസ്റ്റൻസി പലപ്പോഴും നഷ്ടപ്പെട്ട രൂപത്തിലാണ് ബൗൾ ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ ലൈനും ലെങ്ത്തും ഒക്കെ മിസ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി. അത് ഓസ്ട്രേലിയൻ ഓപ്പണേഴ്സിനെ സെറ്റിൽ ചെയ്യാൻ സഹായിച്ചു. എസ്പെഷ്യലി ഓസ്മാൻ ഖ്വാജയൊക്കെ മികച്ച രൂപത്തിൽ സെറ്റിലാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മാക്സീനിയെ ചില ഡെലിവറികൾ ടെസ്റ്റ് ചെയ്തെങ്കിലും അദ്ദേഹവും അവിടെ തന്നെ നിന്നു, കംഫർട്ടബിളായിട്ട് മുന്നോട്ട് പോകുന്ന കാഴ്ച. വളരെ മിനിമലായിട്ടുള്ള മൂവ്മെൻറ്റാണ് ഓഫ് ദി പിച്ചിൽ നിന്നുണ്ടായിരുന്നത്. സ്വിങ് ഇല്ലാത്തൊരു ഘട്ടം കൂടി വരുമ്പോൾ ഇന്ത്യൻ ബൗളർമാർ ആകെ ഹെൽപ്ലെസ് ആയി പോകുന്നൊരവസ്ഥ കണ്ടു എന്ന് തന്നെ പറയേണ്ടി വരും. തീർച്ചയായിട്ടും ഇന്ത്യൻ ബൗളേഴ്സ് ഒന്ന് ഫൂട്ടുറപ്പിച്ചു, പ്രശ്നങ്ങൾ പരിഹരിച്ചു, ഫൂട്ടുറപ്പിച്ചു എന്ന് തോന്നിയ ഘട്ടത്തിൽ രണ്ടാമത് മഴ വന്നു. പിന്നെ കളി മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിവിശേഷമുണ്ടായി. കളി അവസാനിപ്പിച്ചതായിട്ടുള്ള പ്രഖ്യാപനം വന്നിരിക്കുക. എന്തായാലും ഒന്ന് റീഗ്രൂപ്പ് ചെയ്ത് മികച്ച രൂപത്തിൽ നാളെ പന്തെറിഞ്ഞെങ്കിൽ മാത്രമേ കളി പിടിക്കാൻ പറ്റുകയുള്ളൂ. ആദ്യ ദിവസം നിരാശയാണ് നമുക്ക്. നമ്മൾ ടോസ് ലഭിച്ചിട്ട് ബൗൾ ചെയ്ത് 1-2 വിക്കറ്റെങ്കിലും എടുക്കാനുള്ള ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതിന് സാധിച്ചില്ല. ഓസ്ട്രേലിയ നഷ്ടമൊന്നും കൂടാതെ 28 റൺസുമായിട്ട് നിൽക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.